പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സെറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ സബ്സെറ്റ് എന്താണെന്ന് നോക്കാം. A set A is said to be a subset of a set B if every element of A is also an element of B. അതായത് സെറ്റ് എയിലെ എല്ലാ എലമെൻസും സെറ്റ് ബിയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. അപ്പോൾ അതാ നോക്കിയേ, സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസും എവിടെയുണ്ട്? സെറ്റ് ബിയിലുണ്ട്. സെറ്റ് എയിൽ എയും ബിയും ആണുള്ളത്. സെറ്റ് ബിയിലും ആ രണ്ട് എലമെൻസും ഉണ്ട്. അതുകൊണ്ട് സെറ്റ് എ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസും സെറ്റ് ബിയിലുണ്ടെങ്കിൽ സെറ്റ് എ ആരായിരിക്കും? സെറ്റ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇതിനെ നമുക്ക് ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഇങ്ങനെ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി തിരിച്ച് ബിയിലുള്ള എല്ലാ എലമെൻസും എയിലുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയേ, എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റ് എയിലെ എലമെൻറ്റുമാണ്, സെറ്റ് ബിയിലെ എലമെൻറ്റുമാണ്. അപ്പോൾ ഈ എ ഈസ് എ സബ്സെറ്റ് ഓഫ് B, A is an element of A, then A is also an element of B എന്ന് ഞാൻ പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. A is a subset of B if A is an element of A, then A is also an element of B. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സൈൻ കൊടുക്കാം. ഇതിനെ നമ്മൾ ഇംപ്ലൈസ് എന്നാണ് വായിക്കുന്നത് കേട്ടോ, ഇംപ്ലൈസ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ഇംപ്ലൈസ് ദാറ്റ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. ഇനി എ ബിയുടെ സബ്സെറ്റ് അല്ലെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? ഈ സബ്സെറ്റ് എന്നുള്ളതിനെ നമ്മളങ്ങ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതും. അപ്പോൾ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എയിലുള്ള എല്ലാ എലമെൻസും എവിടെ വേണം? ബിയിലും വേണം. ബിയിലുള്ള എലമെൻസ് എല്ലാം എയിലുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇനി ബിയിലുള്ള എല്ലാ എലമെൻസും എയിലും ഉണ്ടെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി, ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി. അപ്പോൾ എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുമുണ്ട്, ബിയിലുള്ള എല്ലാ എലമെൻസും എവിടെയുമുണ്ട്? എയിലുമുണ്ട്. അതായത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു പറയാം? അങ്ങനെ വരുന്നത് എപ്പോഴാണ്? എയും ബിയും ഈക്വൽ ആകുമ്പോഴാണ്. സബ്സെറ്റ് ആകുന്നത് എപ്പോഴാണ്? എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ടാകുമ്പോഴാണ് എ ബിയുടെ സബ്സെറ്റ് ആകുന്നത്. ഇനി ബിയിലുള്ള എല്ലാ എലമെൻസും എയിലുണ്ടെങ്കിലോ ബി എയുടെ സബ്സെറ്റ് ആകും. അപ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റുകളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയും ബിയും ഈക്വൽ ആണ് എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ. ഇവിടെ നമുക്ക് ഇംപ്ലൈസ് എന്നുള്ളത് ഇവിടെ ടു വേ ഇംപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. ഇത് റീഡ് ചെയ്യുന്നത് ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്നാണ് കേട്ടോ. ഈഫ് ആൻഡ് ഓൺലി ഈഫ്. ബ്രീഫ്ലി ഇതിനെ ഇങ്ങനെ നമ്മൾ എഴുതും കേട്ടോ. എന്ത് പറയാം? ഈഫ് ആൻഡ് ഓൺലി ഈഫ് എ ഈസ് ഈക്വൽ ടു ബി. ഇതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ if and only if A is equal to B. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സെറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ തന്നെ സബ്സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അതായത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം.
സിൻസ് ദ എം ഡി സെറ്റ് ഫൈ ഹാസ് നോ എലമെൻറ്റ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇതിനെ നമ്മൾ ഫൈ എന്നാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ എം ടി സെറ്റ് എന്ന് നമ്മൾ പറയും കേട്ടോ. അപ്പോൾ എവരി സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് എം ടി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇത് നിങ്ങൾക്ക് എം സി ക്യു ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇവിടുത്തെ ഈ കണ്ടീഷനിൽ എയും ബിയും എന്തല്ല? ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ എ ഈസ് കോൾഡ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. എയും ബിയും ഈക്വൽ അല്ല. അതായത് ഇങ്ങനെ വരുന്ന ഈ കണ്ടീഷനിൽ എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ പ്രോപ്പർ സബ്സെറ്റാണ്. ബിയെ എന്ത് പറയാം? ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. ഇനി നമ്മൾ എടുക്കുന്ന സെറ്റ് എയിൽ ഒരെലമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ, അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഈ സെറ്റ് എയിൽ ഒരെലമെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഇതിനെ നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കും. സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സെറ്റ് എന്താണ്? സിംഗിൾട്ടൺ സെറ്റാണ്. ഇനി അടുത്തത് ഞാൻ 2 സെറ്റുകൾ എടുക്കുന്നു. ഈ 2 സെറ്റിലെയും എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന സെറ്റ്, അതായത് സെറ്റ് എ ബി സി ഡി ഇ. ഈ ഒരു സെറ്റിനകത്തുള്ള എലമെൻസുകളാണ് സെറ്റ് എയിലുള്ളത് അല്ലേ. ഈ സെറ്റിലുള്ള എലമെൻസുകളാണ് സെറ്റ് ബിയിലുമുള്ളത്. അപ്പോൾ ഈ 2 സെറ്റിലെയും കൂടെ എലമെൻറ്റ്സ് ചേർന്ന് ഒരു ബേസിക് സെറ്റാണിത്. ഇതിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയും. അതിനെ നമ്മൾ യു കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻ്റർവെൽസ് ആർ സബ്സെറ്റ് ഓഫ് ആർ. ആർ എന്ന് വെച്ചാൽ എന്താ? റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകളുടെ ഇൻ്റർവെൽസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർവെൽസ് 4 ടൈപ്പിലാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഓപ്പൺ ഇൻ്റർവെൽ. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഓപ്പൺ ഇൻ്റർവെലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ബിറ്റ്വീനുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അതിൽ ഉൾപ്പെടും. എയും ബിയും വരത്തില്ല. മനസ്സിലായല്ലോ? അതായത് ഫോർ എക്സാമ്പിൾ 4,6 ഇങ്ങനെയുള്ള ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുത്താൽ 4ഉം 6ഉം അതിൽ വരത്തില്ല. 4 കഴിഞ്ഞിട്ട് 4ൻ്റെ തൊട്ടടുത്തുള്ള റിയൽ നമ്പർ മുതൽ 6 വരെയുള്ള റിയൽ നമ്പേഴ്സ് മുഴുവൻ ഈ ഒരു സെറ്റിനകത്ത് വരും. അതായത് 4 കഴിഞ്ഞിട്ട് അടുത്ത റിയൽ നമ്പർ എന്തായിരിക്കും? 4.0000 എക്സെട്രാ ഇങ്ങനെ വന്ന് 1 ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരുന്ന അടുത്ത റിയൽ നമ്പർ. അതായത് 4നും 5നും ഇടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ടല്ലേ. റിയൽ നമ്പേഴ്സിൽ എന്തൊക്കെ വരും? ഇൻറ്റിജേഴ്സ് വരും, നാച്ചുറൽ നമ്പേഴ്സ് വരും, റാഷണൽ നമ്പേഴ്സ് വരും ഇല്ലേ. അപ്പോൾ 4നും 5നും ഇടയ്ക്ക് തന്നെ ഒത്തിരി റാഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. റാഷണൽ നമ്പർ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ 4 കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് ഏത് നമ്പറാണോ അത് തൊട്ട് 6ൻ്റെ തൊട്ട് മുൻപിലുള്ള നമ്പേഴ്സ് വരെ ഈ ഒരു ഇൻ്റർവെലിനകത്ത് വരും. പക്ഷേ 4ഉം 6ഉം ഇതിൽ വരത്തില്ല, ഇൻക്ലൂഡ് അല്ല. ഓപ്പൺ ഇൻ്റർവെൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? എയും ബിയും ഇല്ല, എയുടെയും ബിയുടെയും ബിറ്റ്വീനുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇങ്ങനെ നമുക്ക് ഈ സെറ്റിനെ എഴുതാം. ഇതാണ് ഓപ്പൺ ഇൻ്റർവെൽ. ഈ ഓപ്പൺ ഇൻ്റർവെലിനെ നമുക്ക് റിയൽ നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മളിതാ ഇങ്ങനെ 2 കുഞ്ഞ് സർക്കിളുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ലൈനിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതാ ഇങ്ങനെ കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളത്, അതായത് ഈ എയും ബിയും ഇതിൽ ഉൾപ്പെടത്തില്ല. അതിൻ്റെ തൊട്ട് അതായത് നടുക്ക് ബിറ്റ്വീനായിട്ട് വരുന്നതാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്.
ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് റിയൽ നമ്പർ ലൈനിൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ ഇങ്ങനെയാണ്. ഇനി രണ്ടാമത്തത് ക്ലോസ്ഡ് ഇൻ്റർവൽ. ക്ലോസ്ഡ് ഇൻ്റർവെലിനെ നമ്മൾ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെലിനകത്ത് എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ 4,6 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ 4ഉം 6ഉം അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഓപ്പൺ ഇൻ്റർവെല്ലിൽ 4ഉം 6ഉം ഇൻക്ലൂഡഡ് അല്ല, അതിൻ്റെ ബിറ്റ്വീൻ വരുന്ന റിയൽ നമ്പേഴ്സാണ് നമ്മൾ എടുക്കുക. ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ 4ഉം 6ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയെ നമുക്ക് എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 4 ഇൻക്ലൂഡഡ് ആണ്, എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇങ്ങനെയാണ് ക്ലോസ്ഡ് ഇൻ്റർവെലിനെ നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ഇതിനെ ക്ലോസ്ഡ് ഇൻ്റർവെലിനെ നമ്മൾ നമ്പർ ലൈനിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ. ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇങ്ങനെ വരും, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇനി അടുത്ത ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ ഫ്രം എ ടു ബി ഇൻക്ലൂഡിങ് എ ബട്ട് എക്സ്ക്ലൂഡിങ് ബി. അപ്പോൾ അതിനെ നമുക്ക് എ ഇൻക്ലൂഡിങ് ആണ്. എ ഇൻക്ലൂഡിങ് ആണെങ്കിൽ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ബി എക്സ്ക്ലൂഡഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് ക്ലോസ്ഡും ഒരു സൈഡ് ഓപ്പണുമായിട്ട് വരുന്ന ഇൻ്റർവെലാണ് അടുത്ത ഇൻ്റർവെൽ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ക്ലോസ്ഡ് ആണ്, അപ്പോൾ എ ഇൻക്ലൂഡഡ് ആണ്, അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ബി എക്സ്ക്ലൂഡഡ് ആണ്, അപ്പോൾ എങ്ങനെ എഴുതാം? ലെസ് ദാൻ, ബി വരത്തില്ല, ലെസ് ദാൻ ബി. ഇങ്ങനെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ക്ലോസ്ഡ് ആണ്, അപ്പോൾ ഇങ്ങനെ വരും. ബി ഓപ്പൺ ആണ്, അപ്പോൾ ഇങ്ങനെ വരും. നമുക്ക് റിയൽ നമ്പർ ലൈനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് തേർഡ് വൺ ആണ്. ഇനി അടുത്തത് ഫോർത്ത് വൺ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എ എക്സ്ക്ലൂഡഡ് ആണ്, ബി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എ ഓപ്പൺ ആണ്, ബി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. റിയൽ നമ്പർ ലൈനിൽ എങ്ങനെ എഴുതാം? എ ഓപ്പൺ ആണ്, ബി ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസ്ഡിനകത്ത് ഞാൻ പറഞ്ഞു 4ഉം 6ഉം വരും. 4ഉം 6ഉം ഇൻക്ലൂഡായിട്ട് അതിന് ബിറ്റ്വീനുള്ള എല്ലാ നമ്പേഴ്സും വരും. ഇനി തേർഡ് വണ്ണിലോ ഇങ്ങനെയാണ്, ഒന്ന് ക്ലോസ്ഡും ഒന്ന് ഓപ്പണുമാണ്. അപ്പോൾ എങ്ങനെ വരും? 4 വരും, പക്ഷേ 6 വരത്തില്ല. 4 തൊട്ട് എവിടെ വരെയുള്ളത് വരും? 6ന് തൊട്ട് മുൻപുള്ള നമ്പർ വരെ വരും, 6 ഇതിൽ ഉൾപ്പെടത്തില്ല. അടുത്ത ഫോർത്ത് വണ്ണിലോ ഇങ്ങനെയാണ് ഇൻ്റർവെൽ വരുന്നത്. 4 ഇതിൽ ഇൻക്ലൂഡ് ആവത്തില്ല. 4 കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള നമ്പർ തൊട്ട് 6 ഇൻക്ലൂഡായിട്ട് 6ഉം കൂടെ ചേർത്തുള്ള നമ്പേഴ്സ് വരെയാണിത് ഇതിനകത്ത് വരുന്നത്. മനസ്സിലായല്ലോ? ഇത് റിയൽ നമ്പേഴ്സിൽ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ നമ്മുടെ നാച്ചുറൽ നമ്പർ വെച്ചൊന്ന് പറയാം കേട്ടോ. 4ഉം 6ഉം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഓപ്പൺ ഇൻ്റർവെല്ലിൽ എങ്ങനെ വരും? 4ഉം 6ഉം ഇൻക്ലൂഡ് അല്ല. അപ്പോൾ സെറ്റ് എങ്ങനെയാണ് വരിക? 4ൻ്റെ 6ൻ്റെ ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ 5 ആണ്. ഇങ്ങനെ വരും. ഇനി ക്ലോസ്ഡിനകത്ത് എങ്ങനെ വരും? 4ഉം 6ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സെറ്റ് നമുക്ക് 4, 5, 6 എന്ന് എഴുതാം. ഇനി ഇത് ഒരു സൈഡ് ക്ലോസും ഒരു സൈഡ് ഓപ്പണുമാണെങ്കിൽ എങ്ങനെ എഴുതാം? ക്ലോസ്ഡിനകത്ത് എ ആണ് ക്ലോസ്ഡ്, അപ്പം അല്ലെങ്കിൽ 4 ആണ് ക്ലോസ്ഡ്, അപ്പോൾ 4 വരും, 5 വരും, 6 ഓപ്പൺ ആണ്, അപ്പോൾ അത് വരത്തില്ല. അപ്പോൾ നമ്മുടെ സെറ്റ് 4, 5 എന്ന് എഴുതാം. ഇനി അടുത്തത് 4 ഓപ്പണും 6 ക്ലോസ്ഡുമാണെങ്കിലോ എങ്ങനെ വരും? നമ്മൾ 4 എഴുതത്തില്ല, 5ഉം 6ഉം വരും. ഇങ്ങനെ വരും.
മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് ഇൻ്റർവെൽ. അപ്പോൾ നിങ്ങൾ സൈൻ ഓർത്ത് വെക്കുക. ഓപ്പൺ ഇൻ്റർവെല്ലിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും, ക്ലോസ്ഡിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ഓപ്പൺ ഇൻ്റർവെല്ലിൽ രണ്ടും ലെസ് ദാൻ ആയിരിക്കും, ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ക്ലോസ്ഡ് ഓപ്പണുമായിട്ടുള്ളിടത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും വരും. എവിടെയാണോ ക്ലോസ്ഡ് അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും, എവിടെയാണോ ഓപ്പൺ അവിടെ ലെസ് ദാൻ വരും. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ സെറ്റ് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇൻഫിനിറ്റി എന്നാണ് ഈ ഒരു സൈൻ നമ്മൾ റീഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി ഓപ്പൺ ഇല്ലേ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഏത് സെറ്റിനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുക? ഈ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ദ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനെയാണ് ഈ സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. എന്തുകൊണ്ടാണ്? 0 ഇവിടെ ക്ലോസ്ഡ് ആണ്, അതായത് 0 ഉൾപ്പെടും. അപ്പോൾ 0 തൊട്ട് 1 തൊട്ട് 2 തൊട്ട് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന സെറ്റിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു 0. ഇങ്ങനെയാണെങ്കിലോ 0 ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്. ഇതെന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്, അതായത് 0 ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ 0, -1, -2 ഇങ്ങനെ പോകും. ഇനി അടുത്തത് നെഗറ്റീവ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഇതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള റിയൽ നമ്പേഴ്സിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ MCQ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ 4 ഇൻ്റർവെല്ലുകളുടെയും ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഓപ്പൺ ഇൻ്റർവെൽ AB, ക്ലോസ്ഡ് ഇൻ്റർവെൽ AB, ഈ 4 എണ്ണത്തിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കുന്നത്, ഇൻ്റർവെൽസുകളുടെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് B-A ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവെല്ലുകളുടെ ലെങ്ത് നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പവർ സെറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സെറ്റ് എടുക്കുന്നു, സെറ്റ് 1, 2. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റാണ് നൾ സെറ്റ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? നൾ സെറ്റ് എഴുതാം. പിന്നെ ഇതിലുള്ള ഓരോ എലമെൻസിനെയും നമുക്ക് സബ്സെറ്റായിട്ട് എഴുതാം. സെറ്റ് 1 ഒരു സബ്സെറ്റാണ്, സെറ്റ് 2 ഒരു സബ്സെറ്റാണ്. പിന്നെന്തെഴുതാം? സെറ്റ് 1, 2 ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഈ സബ്സെറ്റുകളെ എല്ലാം കൂടെ ചേർത്ത് എഴുതുന്നതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് ഈസ് കോൾഡ് പവർ സെറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ ഞാൻ A = എന്ന് പറഞ്ഞ് എഴുതുന്നു. അപ്പോൾ ഈ സബ്സെറ്റുകളുടെ എല്ലാം കൂടെ കളക്ഷനെ നമ്മൾ എന്ത് പറയും? പവർ സെറ്റ് എന്ന് പറയും. അതിനെ നമുക്ക് P(A) എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ പവർ സെറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നൾ സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2. പവർ സെറ്റിനകത്ത് ഓരോ എലമെൻറ്റുകളും എന്തായിരിക്കും? സെറ്റായിട്ടായിരിക്കും വരുന്നത്. ഇതാ ഇവിടെ നോക്കിയേ, ഇതൊരു സെറ്റാണ്, ഇതൊരു സെറ്റാണ്, ഇതൊരു സെറ്റാണ്. പക്ഷേ നൾ സെറ്റ് മാത്രം നമ്മൾ ഇവിടെ സെറ്റായിട്ട് എഴുതുന്നില്ല കേട്ടോ. നമ്പർ ഓഫ് P(A) എന്ന് പറയുന്നത് എത്രയുണ്ട്? 1, 2, 3, 4. 4 ആണുള്ളത് അല്ലേ? ഈ 4 എന്ന് പറയുന്നത് 2² ആണ്. അപ്പോൾ ജനറലി നമ്മൾ പറഞ്ഞാൽ ഇഫ് A is a set with number of A is equal to M, it can be shown that number of P(A) is equal to 2⁻M. അതായത് നമ്പർ ഓഫ് A എന്ന് പറയുന്നത്, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എന്താണെന്നാണ് പറഞ്ഞത്? M ആണ് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ M ആണെങ്കിൽ ഇതിനെ നമുക്ക് പവർ സെറ്റിലെ എലമെൻസിൻ്റെ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻M എന്ന് എഴുതാം. അതായത് ഇവിടെ സെറ്റിലെ എലമെൻസിൻ്റെ നമ്പർ 2 ആണ്.
അപ്പോൾ നമുക്ക് പവർ സെറ്റിലെ എലമെൻസിനെ എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 2m. അതായത് ഇവിടെ 2 ആണെങ്കിൽ 2 ചെയ്താൽ പവർ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എത്രയുണ്ട്? 4 ഉണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനകത്ത് 3 എലമെൻറ്റ്സ് ആണുള്ളതെങ്കിൽ പവർ സെറ്റിനകത്ത് എത്രയുണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ചെയ്താൽ മതി. ഇനി നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ 4 ആണെങ്കിലോ 2 ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണോ ആൻസർ കിട്ടുന്നത് അത്രയും സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ. അപ്പോൾ നിങ്ങളോട് ഒരു സെറ്റ് തന്നിട്ട് അതിൻ്റെ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ആ പവർ സെറ്റിലെ സബ്സെറ്റുകളുടെ നമ്പർ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 2m ചെയ്താൽ മതി. അപ്പോൾ എത്രയും കിട്ടുന്നു അത്രയും സബ്സെറ്റുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ഇവിടെ 2 എലമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ 2 എന്ന് പറയുന്നത് 4 ആണ്. ഇതാ നമ്മുടെ പവർ സെറ്റിനകത്ത് 4 എണ്ണം ഉണ്ട്. മനസ്സിലായല്ലോ? ഇതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ് പവർ സെറ്റ്. മനസ്സിലായല്ലോ?